ഏയ് ഇല്ലില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നേ. ആ വേറൊന്നുമല്ല. ദൈവമേ, രക്ഷപ്പെട്ടു. ഇനി ഇത് ഇവളൊന്ന് കുടിച്ചാൽ മതിയായിരുന്നു. അതെ മാലതി, ജേട്ടന് ചൂടുള്ള ഒരു കടുംചായ ഉണ്ടാക്കി കൊടുക്കണേ. ആ പിന്നെന്താ എടത്തി? ഞാനിവിടുത്തെ വേലക്കാരിയല്ലേ, കുടുംബക്കാർക്കൊക്കെ ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ ഇവളെ കെണി വീഴ്ത്തി. ഇവളുടെ കഷ്ടകാലം ഇവിടെ ആരംഭിക്കുന്നു. വൈശാഖിന്റെ മെഡിസിൻ പ്രവർത്തിച്ചു തുടങ്ങിയില്ലല്ലോ. ദ റിയാക്ഷൻ ഇസ് വെരി സ്ലോ. കുഞ്ഞിന് ചോറ് കൊടുത്തു കഴിഞ്ഞാലെങ്കിലും ഈ മാരണം ഇവിടുന്ന് ഒഴിഞ്ഞു പോവൂ. ആ മാരണമൊന്നും അങ്ങനെ ഇവിടുന്ന് പോവില്ല. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഒരു സെൻഡ് ഓഫ് നടത്തി നമുക്ക് ഇവിടുന്ന് പറഞ്ഞുവിടാം. സെൻഡ് ഓഫ് ഒക്കെ നടത്തി പറഞ്ഞുവിടാൻ അവളെന്താ ഇവിടുത്തെ സ്റ്റാഫായിരുന്നു? കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഒരു സർവീസ് അല്ലേ മോനെ? സത്യം പറഞ്ഞ എനിക്ക് ആ മൈഥിലിയെ കുറിച്ച് ഓർക്കുമ്പോ ഒത്തിരി സങ്കടമുണ്ട്. അവളുടെ ഗതി ഇങ്ങനെ ആയി പോയല്ലോ. നിനക്ക് എന്തിനാ സങ്കടം? അവളുടെ കയ്യിലിരിപ്പ് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലേ? ആ അതെ, കാർത്തിയെ തേച്ചൊട്ടിച്ച് വൈശാഖിനൊപ്പം പോയി. എന്നാ അവിടെയെങ്കിലും നിക്കണ്ടേ? എന്റെ അമ്മയും അച്ഛനും അവളെ പൊന്നുപോലെ നോക്കിയാണ്. ബെസ്റ്റ്. നിന്റെ അമ്മ താരകപ്പണിക്കരാണോ ഇവളെ ഒന്നാം തരമായിട്ട് നോക്കുന്നത്? അവിടെ നിന്നിരുന്നെങ്കിലേ അവളുടെ പടം ഭിത്തിയിലായനെ. അമ്മേ, ആ എന്താ ദേവി? അയ്യോ, ദേവി, അയ്യോ, എന്തു പറ്റി മോളെ? മോളെ, മോളെ നന്ദിനി. ഏറ്റു കൊടുത്ത മരുന്ന് ഏറ്റു. വാത്സല്യം